ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ലാർജസ്റ്റ് അക്വേറിയം സ്പോട്ട് ഇൻ കേരള. നോ, ഇൻ ഇന്ത്യ. എവിടെയാണ്? ഇന്ത്യ. അല്ല, സ്ഥലം എവിടെയാണ്? മറൈൻ വേൾഡ്. മറൈൻ വേൾഡ് ചാവക്കാട്. ഇതെന്താ ചേട്ടാ? ഇത് കുടുംബശ്രീയുടെ ഹോട്ടലാണ്. മറൈൻ വേൾഡിന്റെ എൻട്രി രണ്ടാമത്തെ. ഓക്കെ, 50 രൂപയുള്ളൂ. ഓക്കെ, ഊണിന് മീൻകറി എല്ലാം 50 രൂപ പെടും. ഓക്കെ, ഉച്ചയാകുമ്പോൾ ഞങ്ങൾ കണ്ടെത്താം. താങ്ക് യു. ഇവിടെയാണ് എൻട്രൻസ് അല്ല, പക്ഷെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബോർഡും കാര്യങ്ങളൊക്കെ, ബഗ്ഗി റൈഡ്, പിന്നെ അവിടെ ബോട്ട് സർവീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് വന്നിട്ട് പോവാം, കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, ഇത് റിസർച്ച് ആൻഡ് സ്റ്റഡി സെന്റർ ആണ്. ഇവിടെ പഠിക്കാനും കുട്ടികൾ വരുന്നുണ്ടാവുമായിരിക്കും, റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. എവിടെ ഇപ്പൊ കണ്ട്? ഇതോ ബോർഡ് ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് പോയി പഠിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് കയറി വരുമ്പോ നമുക്ക് ഈ പറയുന്ന മറൈൻ വേൾഡ് മാത്രമല്ല, ഇത് മറൈൻ വേൾഡിനോട് കൂടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് അറിയോ? ബേർഡ്സ് ഉണ്ട്, ഇതിന്റെ അപ്പുറത്ത് 16D സിനിമാസ് ഉണ്ട്, മറ്റേ 3D കാര്യങ്ങളില്ലേ അതുപോലത്തെ. പിന്നെ വേറെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ടല്ലോ. കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള വേറെ സാധനങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് പറയട്ടോളൂ. മിറർ ഹൗസും ഉണ്ട്, അത്ര മതി. വേറെയും കുറെ ഉണ്ട്. അപ്പൊ ഒരാൾക്ക് 400 റുപ്പീസ് ആണ് വരുന്നത്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 350, പിന്നെ കുട്ടികൾക്ക് 280 ആണ് വരുന്നത്. സോ നമ്മൾ 3 ടിക്കറ്റ് എടുത്തു, 1200 ആയി. നടന്നോ? അക്വേറിയം എത്താറായെന്ന് തോന്നുന്നു. ചീന മണമൊക്കെ വരുന്നുണ്ട്. ചീഞ്ഞ വേണോ? മീനിന്റെ മണമായിരിക്കും അത്. അല്ലെങ്കിൽ മീന് സ്പ്രേ ഒക്കെ അടിച്ച് അത്രയൊക്കെ പൂശിയിട്ട് ഇറക്കടി കല്യാണത്തിന് പോണവര്. ഏതവള്? ഏത് ഈ കുട്ടി? പല കാട്ടിൽ കൊണ്ട് കളഞ്ഞാ ഇതിനെ. ഇതിന്റെ അകത്ത് ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യരുത് എന്നാണ് നിയമം. പക്ഷെ ഫ്ലാഷ് ലൈറ്റ് ഇല്ലാണ്ട് വീഡിയോയിലൊന്നും കാണുന്ന തോന്നുന്നില്ല. അപ്പൊ മീനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താടി പേടിച്ചിരിക്കണേ? അവര് കൂടുതലായിട്ട് വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ആപ്പോട്രഷ കിടക്കുന്നു, പിന്നെ അപ്പുറത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും വണ്ടി ഉണ്ടാവുമോ നോക്കാം. ഈ മീൻ ഒറിജിനൽ ആണോ അതോ പ്ലാസ്റ്റിക് ആണോ? ഒറിജിനൽ ആണോ അതോ പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതിന്റെ ടെക്സ്ചർ ഇല്ലേ ദേഹത്തെ, അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ടൈപ്പ്. നമ്മൾ ഉണ്ടാക്കിയ പോലെയൊക്കെ ഉണ്ടാവില്ല, അത്രയും ക്ലീൻ ആൻഡ് നീറ്റ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു ഇങ്ങനെ ഉണ്ടാക്കൂലേ പക്ക അതുപോലെ. ഇവിടെ ഒരു മനുഷ്യൻ വഞ്ചിയിൽ മീൻ പിടിക്കാൻ നടക്കുന്നു, അപ്പുറത്തൊരു പൊന്മാനും ഉണ്ട് മീൻ പിടിക്കാൻ നിൽക്കുന്നത്. എന്നാ നമുക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയാലോ? എന്നിട്ട് നമുക്ക് ചുട്ട് തിന്നാം. അങ്ങോട്ട് ചെന്നാ അത് നമ്മളെ തിന്നും. വലിയ വലിയ മീനുകള്, നല്ല ടേസ്റ്റ് ഉണ്ടോ. കുപ്പി എന്ന് പറഞ്ഞാൽ ഭൂതം. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് അതിൽ കയറി നോക്കണം. ഇത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലത്ത് കാണുന്ന മീനാണിത്. ഇത് ഏകദേശം നമ്മളെക്കാളും വലുപ്പമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫിഷ് പാസ് ചെയ്താലോ? ആനാ ആരെ മുറിയായി? ഇല്ല എവിടെ മുറിയായി? ചുമ്മാ പറയാ, മീനിന് പേടിയാണ്, അല്ല ഒന്നല്ല. മീൻ കൊത്തുന്നില്ല, പേടിയാണ്. അപ്പൊ ഫിഷ് പാ ചെയ്യാനുള്ള ഏരിയ ഇവിടെ സറൗണ്ടിങ് ആയിട്ട് ചുറ്റി കിടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഇപ്പുറത്തെ സൈഡ്, അതായത് നമ്മൾ പുറത്ത് ഇറങ്ങുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ, കുറച്ച് ലൈറ്റൊക്കെ ഉള്ള രീതിക്ക് ഫിഷ് പാ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത ലൈറ്റ് ഉള്ള ഒരു ഏരിയയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ ഒരു പ്രിന്റ് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ. അത് കാണിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ അവരവിടെ നിന്ന് കാണിച്ചു തരും. എന്നിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് ആ ഫോട്ടോ പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുക്കുമ്പോൾ പൈസ കൊടുക്കണം. ഫോട്ടോ എടുക്കുന്നതിന് പൈസ വേണ്ട, പ്രിന്റ് എടുക്കാൻ പൈസ കൊടുക്കണം. വാട്ട് എ ബിസിനസ്. അപ്പൊ നമ്മുടെ അടുത്ത സെക്ഷൻ ജുറാസിക് പാർക്ക്, റെയിൻ ഫോറസ്റ്റ്. ഡൈനോസറിന്റെ മറ്റേ അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതിന്റെ അകത്തേക്കാണ് എൻട്രൻസ്. അപ്പൊ അതിന്റെ അകത്ത് വീണ്ടും ലൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ റെയിൻ ഫോറസ്റ്റ് കൊള്ളാല പരിപാടി.
Well, this marine world is so amazing. All these giant fishes and all. It's like I've never seen all these gigantic. It's also amazing. There's so many fishes I never knew even existed also. Where are you Mainly settled in? I'm settled in Gujarat. Gujarat. Acha. This place is absolutely amazing. Actually, I love marine life. This shows everything. മീനും എന്താ ഈ തെറിയുന്നതെന്ന് അറിയോ ഫ്രണ്ട്സ്? ഈ അക്വേറിയത്തിൻ്റെ അകത്ത് നമ്മുടെ മറ്റേ കൈയും കാലുള്ളതായിട്ട് മീനില്ലേ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന്, അതാണുള്ളത്. പക്ഷേ കാണാനില്ല ഫ്രണ്ട്സ്. അങ്ങനെ അവരതിനെ പുറത്തേക്ക് എടുത്തു വന്നിരിക്കുന്നു ഫ്രണ്ട്സ്. ആക്ച്വലി ഈ ഫിഷിന് ഇതിൻ്റെ ബോഡി പാർട്സ് ഒക്കെ റീജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കയ്യും കാലൊക്കെ പോയാലും അതിന് തിരിച്ചതുപോലെ തന്നെ മുളപ്പിക്കാൻ പറ്റും. ഈ പല്ല് വാല് മുറിച്ചിട്ട് ഉണ്ടാക്കൂലേ, ആ ഒരു സെയിം സംഭവത്തിൽ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. കാണാൻ എന്ത് രസമല്ലേ, ബ്രെയിൻ്റെ പല പാട്ടും കഴിക്കാൻ പറ്റും. വെറൈറ്റി സാധനം. അപ്പോൾ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് എടുക്കുന്ന ഫിഷാണ് കേട്ടോ. ബാക്കും പോവും ഫ്രണ്ടും പോവും. ഇവിടെയുള്ള ഓരോ ഫിഷുകളുടെയും പ്രത്യേകത അവർ നമുക്ക് ഇതുപോലെ പറഞ്ഞു തരാനായിട്ട് കുറേ ആൾക്കാർ ഓരോ സ്ഥലത്തുണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞ ഫിഷിന്റെ ഈ ഫിഷിന്റെ പ്രത്യേകത എന്താണ്? ആർച്ചർ ഫിഷ്. ആർച്ചർ ഫിഷ് ഇല്ലേ, ഈ ലൈറ്റിന്റെ അവിടെ വല്ല പ്രാണി വന്നിരുന്നാല് അത് വെള്ളം തെറിപ്പിച്ചിട്ട് ആ പ്രാണിനെ വെള്ളത്തിലോട്ട് വീഴ്ത്തിക്കും. അതായത് അതിന്റെ അടുത്ത് മുകളിൽ എവിടെയെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തുപ്പിയിട്ട് താഴത്ത് കിട്ടുന്നത് എന്നിട്ട് തിന്നും. പിന്നെ അവിടെയുള്ള ഫിഷിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? അതിന്റെ പേരെന്താ പറഞ്ഞേ? പേര് മറന്നുപോയി. അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു? അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മണ്ണിന്റെ അടി പോയിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കുന്ന മീന്. ഇപ്പൊ നമ്മള് കുറെ നേരം കറങ്ങി വന്നിരുന്ന് അവസാനം കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. ബാക്കിൽ കുറെ കാറ്റ് ഫിഷ് ഉണ്ട്, പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ഈ ഏരിയയിലേക്ക് ഇഷ്ടമായത് എന്താ അറിയോ? എല്ലാ സ്ഥലത്തേക്കും ഓരോരോ വെറുതെ അക്വേറിയം വെക്കാതെ കുറെ ഒരു ആർട്ട് വർക്കും ഒരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. കുറെ രസമായിട്ട് പണിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം. നമ്മുടെ ചുറ്റും വെള്ളം, മീന്, നൈസ് ആയിട്ടുണ്ടല്ലേ നേനോ അല്ലെ? ഇതിനകത്ത് സംസാരിക്കുമ്പോ തന്നെ ഒരു എക്കോ ഒക്കെ വരുന്നത്. അടിപൊളി. ഹലോ. അയ്യോ അപ്പൊ നമ്മളിതേ പുറത്തത് ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞെന്ന് തോന്നുന്നു. ഫിഷ് ഫീഡിംഗ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഫീഡിങ്ങിന് എക്സ്ട്രാ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതന്നെ ഉള്ളോ? ഇനി അടുത്ത ഫിഷ് ഫീഡിങ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് എടുത്ത ഫോട്ടോ കിട്ടണമെങ്കിൽ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കണം. ഞാനൊരു മമ്മൂട്ടി സ്റ്റൈലില് അപ്പോൾ വലിയ സൈസും ചെറിയ സൈസും ഉണ്ട്. ഇതിന് 200, ഈ സൈസിന് 150. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കുതിര വണ്ടിയാണിത്. സോ അതൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. നീനു എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമുക്ക് ഇനി ഒരുപാട് കാണാനുണ്ടല്ലോ. എന്താ നമ്മൾ ഇറങ്ങി? അപ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൂടെ കാണണം. ബഗ്ഗി ഉണ്ട്, പിന്നെ അവിടെ ബീച്ച് ഉണ്ട്, പിന്നെ ട്രെയിൻ ഉണ്ട്, അങ്ങനെ വേറെയും കുറേ സംഭവങ്ങളുണ്ട്. 6CD ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ കുറേ ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. ബട്ട് വയ്യാത്ത കാരണം നമുക്കിനി പിന്നൊരു ദിവസം വന്നിട്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് നമ്മളെല്ലാം കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ളൊരു മൂഡ് കൂടെ പോകില്ലേ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടെ താഴത്ത് കമൻറ്റ് ചെയ്തേക്കണം. ഇനിയിപ്പോൾ പോയതാണെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.